ഹലോ ഹായ്. ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ, എൻ്റെ വീട്ടിക്ക്. അപ്പോൾ കുറേ ദിവസമായി നിൽക്കാനൊക്കെ ഒന്ന് പോയിട്ട്. അപ്പൊ ഒന്ന് വർഷമായില്ലേ കുട്ടിയെ, ഞാൻ 5 കൊല്ലം. അപ്പോൾ കുറച്ച് ദിവസം നിന്നിട്ടൊക്കെ വരാമെന്നിങ്ങനെ വിചാരിച്ചു. പോകാമെന്ന് വിചാരിക്കും, അപ്പോൾ ഒക്കെ ഓരോ പ്രശ്നങ്ങളായിക്കാരം. ഇപ്പൊ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റൂല. അപ്പൊ നമ്മളൊന്നാണ് പോകുകയല്ലേ കുഞ്ഞുട്ടിയെ? മടിച്ചായിട്ടല്ല, ഓരോരോ ഒന്നൂക്കില് മദ്രസ്, സ്കൂള്, കോളേജ്, അല്ലെങ്കിൽ സൂക്കട്, വയസ്സായ അമ്മ അപ്പ അതൊക്കെ ഇല്ലേ, ഓലൊക്കെ നമ്മൾ ഇട്ടിട്ട് വരാൻ പറ്റും. ഞാൻ പോകാന്ന് പറയുമ്പോഴേക്കും ഇപ്പം പറയേ നിങ്ങള് പോക, പിന്നെ മുഖം തെളിയുന്നില്ല. അങ്ങനെ അപ്പൊ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാരും മറക്കരുത്, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും. അപ്പൊ പിന്നെ കൊണ്ടുപോകാൻ വന്നത് ആരാന്നറിയോ? ബനാന കേക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ചോക്ലേറ്റ് ബനാന കേക്ക് കേട്ടോ, നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത് കേക്ക് മിക്സ് റെഡിയാക്കി വെച്ചാൽ കേട്ടോ. കൊക്കോ പൗഡറും മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും സാൾട്ടും ഒക്കെ ചേർത്തിട്ട്. ഇത് കുറച്ച് നട്ട്സാണ് കേട്ടോ, പീനട്ടും കാഷ്യും കൂടി. ഇത് നമ്മളെ ഷുഗർ പൗഡറാണ് കേട്ടോ. ഷുഗറും ഞാനതിൽ കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ 4 എഗ്ഗ്, 1 കപ്പ് തികച്ചില്ല, 1/4 കൂടുതലുണ്ട്. ഗോൾഡ് വിന്നറാണ്, റിഫൈൻഡ്, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ. പിന്നെ ഇതാ നമ്മളെ ബനാന മോറീസാണ് കേട്ടോ, റോബസ്റ്റോ മോറീസ് എന്നൊക്കെ പറയുമല്ലോ, അതാണ്. നല്ല പൂവമ്പഴം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊന്ന് കണ്ടാലോ? അങ്ങനെ മിക്സ് ചെയ്ത് ടിന്നിലാക്കി വെച്ചിട്ടോ, ഓവനിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തപ്പോൾ ഞാനത് മറന്നു എടുക്കാൻ. അപ്പം ബേക്കായതിനു ശേഷം കാണിക്കാം കേട്ടോ. ഇനി ഇതാണ് 3 ടിന്നിലായിട്ടാണ്, 1/2 കിലോൻ്റെ 2, 1.5 കിലോൻ്റെ 1. അങ്ങനെ ബനാന ചോക്ലേറ്റ് കേക്ക് ബേക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ബേക്ക് ആയിട്ടുണ്ട്. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ, നല്ല ഫ്ലഫിയാണ്. ഇതാണ് സോഫ്റ്റ് ആണ് കേട്ടോ, ഇത് കണ്ടോ, എല്ലാം അത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കേക്ക്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ, നെയ്യപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടെ 2 നാത്തൂമാർ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഞാനാണ് മൂത്ത ആൾ. അപ്പോൾ എൻ്റെ വക എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടോണ്ടേ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാട്ടോ. നെയ്യപ്പം, പിന്നെ ഒരു ബ്രൗണി കേക്കും, ബനാന ബ്രൗണി കേക്കാണ് കേട്ടോ. എൻ്റെ ആങ്ങളമാരാണ് കേട്ടോ, കുഞ്ഞുട്ടിയും നമ്മള് ചെറിയാപ്പും ഓലാണ് വന്നിക്കണത്. തിരിഞ്ഞു നോക്കാൻ വെച്ച. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. അപ്പോൾ ടൗണിലെത്തി. അപ്പം നമ്മളെ യാത്രകളും കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വ്ലോഗിൽ നിങ്ങൾക്ക് കാണാം. നല്ല മഞ്ഞാണ് കേട്ടോ. എന്തോ ഒരു മഞ്ഞില് കുഞ്ഞുട്ടിയെ, കോടമഞ്ഞാണ്. നല്ല ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇനിയിപ്പോ കുറച്ച് ദിവസം നാട്ടിലെങ്ങനെയാടാ, മഴ ഉണ്ടോ? പിന്നെ രക്ഷയില്ല. വിട്ടുകൊടുക്കരുത്. ഏകദേശം എത്ര ടൈം ആയിടി? ഒന്നും കൂടി വരാണ്ട് പിടിച്ചെടുത്തിക്കാണ്ടി. അങ്ങനെ ബ്ലോക്കിൽ നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറായോ? അങ്ങനെ ബ്ലോക്ക് പോയില്ലേ, ആ ലോറി പോയില്ലേ. വണ്ടികളൊക്കെ വരിവരിക്കാണ് കേട്ടോ പോകുന്നത്. അത്രക്ക്
അല്ല ഞങ്ങളൊക്കെ പറഞ്ഞാ പോലെ പരിഹരിക്കല്ല നല്ല ചെറിയ സ്പ്രെഡ് ചെയ്ത് അതല്ല ലൈനായില്ലപ്പോ ഇത്രക്ക് ഇതില്ലായിരുന്നല്ലോ അതാ ട്രാഫിക് ട്രാഫിക് അല്ല പിന്നെ ഇതിൽ ലൈനായിട്ടുള്ളത് പിന്നെ ഇതിലെ പോവാ അതാണ് പറയുന്നത് ലൈനായിട്ട് പോകാൻ തുടങ്ങിന്ന്. ഒരു വണ്ടി അങ്ങോട്ട് പോകാനും ഒരു വണ്ടി ഇങ്ങോട്ട് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇവിടെ ഒരുത്തൻ പറയുന്ന കേട്ടില്ലേ, ഞമ്മള് പറയണത് ഓന് മനസ്സിലാവണില്ല. അത് നാട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഇതിന്റെ മുന്നിൽ പോകണം, അത് ശരിയാവുള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ മറ്റേ ഇതിലൊക്കെ റീൽസ് ഒക്കെ വരുന്നത്? ശരിയാ, ഏത് ആക്സിഡന്റ് ഒക്കെ ലൈവ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? അവർക്ക് എങ്ങനെ ആക്സിഡന്റ് ആവുന്ന അറിയില്ല. അതിന്ന് എടുത്ത മരം വീണ് വെക്കുവാണെങ്കിൽ വോയിസ് ഞാൻ പറഞ്ഞ മാതിരി കയറ്റിയാൽ മതി. വോയിസ് മറ്റേ ഇതിലാണ് കയറ്റിയാൽ എഡിറ്റിംഗില് മരം വീണൊക്കെ വേണമെങ്കിൽ ഇതിലുണ്ടൊക്കെ. അതെ അതെ, ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യണ കുഞ്ഞിട്ട്. ചുരം കഴിയാനായോ? തമിഴ്നാട് കഴിഞ്ഞിട്ടുള്ളൂ, ഇപ്പൊ കേരളത്തിൽ എത്തിയിട്ടുള്ളൂ. ചുരത്തില് മരമൊക്കെ വീണു കേട്ടോ, അതാണ് ഇത്ര. സമയം 6:49, 7 മണിയാകാനായിട്ടോ. നമ്മള് കൊറേ സമയം ആ ചുരത്തുമ്മല് കുടുങ്ങിപ്പോയി അല്ലേ? ആ മരം വീണത് കൊണ്ട് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല നല്ല ട്രാഫിക് നല്ല ഇതായിട്ടോ. വണ്ടികളൊക്കെ നല്ല വരിവരിക്കാ പോണത് ഇപ്പോ. വരിവരിക്ക പോണ അറിയാനേ വേഗം പോകണില്ല, സ്പീഡില്ല, ബ്ലോക്ക് ആയതുകൊണ്ടേ. അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെപ്പോഴാ ഞെത്ത് അറിയില്ല, രാത്രിയാവും എന്തായാലും. പിന്നെ പേയ്മെന്റ് ഒന്നും അർജന്റ് ആയിട്ട് ചെയ്യും, കുറച്ച് അർജന്റ് ഉണ്ടായിരുന്നു. കൊറേ ആൾക്കാര് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വന്ന കൈപ്പായത്തില്. നമ്മള് പിന്നെ എപ്പോഴും ഇതിലെ പോണോണ്ട് മറ്റേത് വിട്ടിക്കണ്. പിന്നെ 10 രൂപ ഒന്ന് അതല്ലേ എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങള് ഇടവണ്ണ എത്തി.